സ്നോ ഫോളുടെ ഏരിയയിലേക്ക് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും പ്രതീക്ഷിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്ഥലമായിരിക്കും. നമ്മൾ കാശ്മീരിലെ പഹൽഗാം, ഗുൽമാർഗ് ഒക്കെ പോലത്തെ ഒരു സ്നോയി ഏരിയയിലേക്കും. വിന്ററിലുള്ള അത്ര സ്നോ ഉണ്ടാവില്ല, ബട്ട് സ്റ്റിൽ ഇച്ചിരി സ്നോ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ മറ്റേ ജാക്കറ്റ് ഒക്കെ എടുത്തിട്ട് സെറ്റപ്പിലാണ് അല്ലേ? അതെന്ന് പറയാൻ മാത്രം പറ്റുന്നു. പറഞ്ഞോ? അതെ അതെ അതെ. തുറക്ക സീസേ ഒരു 5ലേക്ക് കവറ്, ഫോണിന്റെ കവർ നോക്കണ്ട. LFC എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം. ലിവർപൂളിനെ പറ്റി சொன்னா ഇന്ന് ലിവർപൂളിന്റെ മാച്ചാണ്. ഇന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അവരെ അടിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ വിരാട് കോഹ്ലി അവിടെ കാറിലിരിക്കുന്നുണ്ട്, നമ്മളെ വെയിറ്റ് ചെയ്തിട്ട്. ഇന്ന് നമ്മൾ ടിബിലിസിൽ നിന്ന് നേരെ ഒരു ഗുദൗരി എന്ന് പറഞ്ഞിട്ടൊരു ഹില്ലി ഏരിയയിലേക്കാണ് പോവുക. അവിടെയാണ് സ്നോ ഒക്കെ ഉള്ളത്. പോകുന്ന വഴിക്ക് അനനൂരി ഒരു ഫോർട്രസ് കോംപ്ലക്സ്, ഒരു ചർച്ച്, ഒരു സിൻ വാലി വാട്ടർ റിസർവർ ഒക്കെ കവർ ചെയ്തിട്ടാണ് നമ്മൾ ഗുദൗരിയിലേക്ക് എത്തുക. ഒരു 1 hour ട്രാവൽ ചെയ്തതിന് ശേഷം നമ്മൾ സിൻ വാലി വാട്ടർ റിസർവിയറിൻ്റെ ആ ഒരു സ്പോട്ട് എത്തി. അപ്പോൾ അവിടെ തന്നെ കുറേ സ്റ്റോളുകൾ, ടീ ഷോപ്പ്, ജാക്കറ്റൊക്കെയുള്ള ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ടീ ഒക്കെ കുടിച്ച് ആൽഫിക്ക് ഒരു നല്ലൊരു ജാക്കറ്റ് അവിടെ കാണുകയാണെങ്കിൽ മേടിക്കണം എന്ന് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നു. Very beautiful place. Thank you. But the best climate is December, no? December, January. Very cold. Very cold. Very cold, December. This Gudauri, this December, minus 29 grams. Minus- minus 7, minus 10. Oh. No, dry, cold, and no very cold. Oh, very cold. No suns, no cold, no suns, starting very cold. Yes, snowfall. This maybe have December, January, February. Next time we will come in winter. Yes. Up mountains maybe. അവിടെ നിന്നൊരു 10 minutes ഡ്രൈവിൽ നമ്മൾ അനനൂരി ഫോർട്രസ് കോംപ്ലക്സിലെത്തി. ഇതിൻ്റെ ഉള്ളിൽ 19th century ബിൽഡ് ചെയ്ത ഒരു ഫോർട്രസ് കോംപ്ലക്സ് കാണാം, 2 പള്ളി കാണാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനും ആ ഒരു വെതറും ഒക്കെ ഭയങ്കര നൈസായിരുന്നു. 13th century ഈ ഒരു ഫോർട്ടിൻ്റെ പണിയൊക്കെ തുടങ്ങിയതെന്നാണ് ഹിസ്റ്ററി പറയുന്നത്. അരഗ്വി നദിയുടെ തീരത്ത് സിൻ വാലി റിസർവിയറിൻ്റെ അഭിമുഖമായിട്ടാണ് ഈ ഫോർട്ട് അന്ന് അവർ പണിതത്. ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുള്ളൊരു സ്ഥലമാണിത്. അന്ന് ആ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് അവരുടെ ഒരു പ്രതിരോധ കോട്ടയും കൂടിയായിരുന്നു ഈ ഒരു ഫോർട്ട്. Okay, okay. 1 kilometer, 2 kilometer away from here. Oh, to go down? They kept themselves from enemies. Okay, okay, okay. ഇവിടെ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെയുള്ള റെഫ്യൂജീസിന് കൊടുക്കാനുള്ള ഫുഡും വെള്ളം ഒക്കെ ഈ ഒരു അണ്ടർഗ്രൗണ്ട് പാത്തിലൂടെ, അത് ഏകദേശം ഒരു 2 kilometer ഉണ്ട്, ആ വഴിയാണ് ഈ വെള്ളം ഫുഡൊക്കെ ഇവർക്ക് കൊണ്ടു കൊടുക്കാറ്.
വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്റ്റോറി കേട്ടത്, ഈ സമയത്ത് അന എന്ന് പറയുന്നൊരു പെൺകുട്ടീനെ ഇവർ സീക്രട്ട് ടണലിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇവർ തടവിൽ വെച്ച് കൊല്ലാൻ നോക്കി. പക്ഷേ ആ പെൺകുട്ടി അത് പറഞ്ഞു കൊടുത്തില്ല. അങ്ങനെ ആ പെൺകുട്ടീനെ അവർ കൊല്ലുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഇതിന് അനനൂരി ഫോർട്രസ് എന്നൊരു പേരിട്ടേക്കുന്നത്. ബർത്ത്ഡേ ആയിട്ട് എനിക്ക് ജോർജിയയിലെ പള്ളിയിൽ വിസിറ്റ് ചെയ്യാൻ പറ്റി. ബ്യൂട്ടിഫുൾ ചർച്ച്. ഭയങ്കര പാട്ടൊക്കെ പാടിയിട്ടായിരിക്കും. Wish you happy birthday, Anika Rosa. Happy birthday to you. Happy birthday to you. Happy birthday, Anika. Happy birthday to you. May the bulldog fight you. May the bulldog. May the bulldog. May the bulldog fight you, Anika. May the bulldog fight you. പിന്നെ ഗബിക്കുട്ടൻ വിഷ് ചെയ്തത് ഹാപ്പി ബർത്ത്ഡേ ആണ് ഗിച്ചി. ഒരു ക്യൂട്ട് ബർത്ത്ഡേ വിഷ് എനിക്ക് കിട്ടിയത് ഞാൻ കേൾപ്പിച്ചേരെ. എസ്റ്റർ ബേബിയുടെ അക്കാൻഡി പറഞ്ഞു. എഗെയിൻ ഞങ്ങളുടെ യാത്ര ഗുദവരിയിലേക്ക് തുടർന്നു. ഇത് 27th ഏപ്രിലാണ്. 26th ഏപ്രിൽ ഈവനിങ് നമ്മൾ ടിബ്ലിസിയിൽ തന്നെ ഒരു ചെറിയൊരു കഫേയിൽ ഞാൻ കേക്കൊക്കെ മുറിച്ചൊരു ബർത്ത്ഡേ ആഘോഷിച്ചു. അതിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണാം. ഒരു കിഡിലൻ എസ്തറ്റിക് വൈബുള്ളൊരു ജോർജിയൻ കഫേ ആയിരുന്നു അത്. അവിടുത്തെ പാട്ടുകളും അവിടുത്തെ ആളുകൾ ഡാൻസ് കളിക്കുന്നതും ആ ഒരു ഫീലൊക്കെ ഭയങ്കര രസമായിരുന്നു. പക്ഷെ എൻ്റെ മൈക്ക് അവിടെ ഓഫ് ആയതുകൊണ്ട് നമുക്കൊന്നും അവിടെ കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആ ടിബിലിസിയിലുള്ള ബ്രിഡ്ജ് ഓഫ് പീസിൻ്റെ അവിടേക്ക് ചുമ്മാ രാത്രി ഇങ്ങനെ നടന്നു ആ ഒരു വെതറൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. എഗെയിൻ ഗുദവരി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇതിപ്പോൾ എന്തായാലും ഇത്ര ലോങ് ആയില്ലേ.